നമസ്കാരം. മന്ത്രി ഗണേഷ് കുമാർ കേരളത്തിൻ്റെ ഗതാഗത വകുപ്പ് മന്ത്രിയായിട്ട് ചുമതലയേറ്റ നാൾ മുതൽ ഡ്രൈവിംഗ് പരിശീലന രംഗത്ത് ഡ്രൈവിംഗ് സ്കൂളുകളെ പോലും പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പുതുതായിട്ട് ലൈസൻസ് അപേക്ഷിച്ച അപേക്ഷകരെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് നിരവധി നിയമനിർമ്മാണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നിയമങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് പൊതുനിരത്തിൽ അപകടങ്ങൾ കുറയ്ക്കുവാൻ വേണ്ടിയിട്ടാണ്, പൊതുസമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന കുപ്രചരണം നടത്തിക്കൊണ്ട് നിരവധി നിയമങ്ങളെ വളച്ചൊടിച്ച് പൊതുസമൂഹത്തെ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഡ്രൈവിംഗ് സ്കൂളുകളും ഇതുമായിട്ട് ബന്ധപ്പെട്ട RTO ഓഫീസിൻ്റെമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഏജൻസികളും സംഘടനകളുമൊക്കെ സമരത്തിലേക്കെത്തുന്ന ഒരു അവസ്ഥയും വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ മന്ത്രി ഗണേഷ് കുമാർ ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത് വഴി കേരള സർക്കാർ തന്നെ പ്രതിസന്ധിയിലാവുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. എന്താണ് ഇതിൻ്റെ വസ്തുത എന്ന് കൃത്യമായിട്ട് പരിശോധിച്ചു കഴിഞ്ഞാൽ 1450 രൂപ ഡ്രൈവിംഗ് ഫീസായിട്ട്, ലൈസൻസ് ഫീസായിട്ട് അപേക്ഷയോടൊപ്പം സമർപ്പിക്കുന്ന തുക, കേരളത്തിൻ്റെ ഖജനാവിലേക്ക് എത്തുന്ന ഈ തുക അക്ഷരാർത്ഥത്തിൽ ഇന്ന് ഇല്ലാതാകുന്നു എന്നുള്ളതാണ് ഈ ഗണേഷ് കുമാറിൻ്റെ ഈ ഇത്തരത്തിലുള്ള നിലപാടുകളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇന്ന് കേരളത്തിൽ ഒട്ടേറെ പൊതുസമൂഹത്തിൻ്റെ പ്രതിഷേധം വളരെ ശക്തമായിട്ടുയരുന്ന ഗണേഷ് കുമാറിൻ്റെ ഇത്തരത്തിലുള്ള നിലപാടുകൾ, പ്രതിഷേധങ്ങൾ ശക്തമായിട്ട് ഉയരുമ്പോഴും രാജ്യത്തൊരു നിയമം നിലവിലുണ്ട്. ആ രാജ്യത്തെ ഈ മോട്ടോർ വാഹന ഡ്രൈവിംഗ് രംഗത്തെ നിയമമെന്ന് പറയുന്നത് ഏതൊരു സംസ്ഥാനത്തിൻ്റെ ലൈസൻസും ആ സംസ്ഥാന സർക്കാർ അംഗീകരിച്ച് നൽകുന്ന ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം എല്ലാ സംസ്ഥാനങ്ങളിലും നമുക്ക് അനായാസം വാഹനം ഓടിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് അതിൻ്റെ ആ നിയമത്തിൻ്റെ ആനുകൂല്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് തമിഴ്നാട്ടിലോ കർണാടകയിലോ ഡൽഹിയിലോ മറ്റേത് സംസ്ഥാനങ്ങളിലായാലും, UP ഉൾപ്പെടെ മറ്റേത് സംസ്ഥാനങ്ങളിലായാലും ആ സംസ്ഥാനത്തിൻ്റെ ഒരു താൽക്കാലിക താമസക്കാരനാണെന്നുള്ള മേലുല്ലാസമുണ്ടാക്കിക്കൊണ്ട് ഒരു ബന്ധപ്പെട്ട ഏജൻസി വഴിയാണെങ്കിലും അവിടുത്തെ ഏതെങ്കിലും ഡ്രൈവിംഗ് പരിശീലന കേന്ദ്രം വഴിയാണെങ്കിലും അപേക്ഷിക്കുന്ന ഏതൊരു വ്യക്തിക്കും അനായാസം ആ സംസ്ഥാനത്തിൻ്റെ ലൈസൻസ് കരസ്ഥമാക്കാൻ കഴിയുകയും ആ ലൈസൻസ് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിൽ നമുക്ക് കൃത്യമായിട്ട് വാഹനം ഓടിക്കാൻ സാധിക്കുകയും ചെയ്യും എന്നുള്ളൊരു സാഹചര്യം ഈ രാജ്യത്ത് നിലവിലുണ്ട്. ആ അവസരത്തിലാണ് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ ഇത്തരത്തിൽ വികലമായിട്ടുള്ള ഈ ഡ്രൈവിംഗ് പരിശീലന രംഗത്തെ ഈ വികൃതമാക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള നിയമ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നത്. ഇത് കൃത്യമായിട്ടും കേരളത്തിൻ്റെ ഈ ഡ്രൈവിംഗ് പരിശീലന രംഗത്തെയും ഡ്രൈവിംഗ് സ്കൂളുകളെയും ദുർബലപ്പെടുത്തുമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് മറ്റ് കാര്യമായിട്ടുള്ള എന്തെങ്കിലും പ്രയോജനമുണ്ടാകുമെന്ന് ആർക്കും ചിന്തിക്കുവാൻ സാധ്യമല്ല. മന്ത്രി ഗണേഷ് കുമാർ പറയുന്നത് ഇത്തരത്തിലുള്ള റോഡ് അപകടങ്ങൾ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പൊതുസമൂഹത്തെ ലൈസൻസിൻ്റെ എല്ലാം പരിശീലനം കർശനമാക്കിക്കൊണ്ട് പൊതുസമൂഹത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വളരെ തന്ത്രപരമായിട്ടുള്ള, വളരെ നയപരമായിട്ടുള്ള, ബുദ്ധിപൂർവമായിട്ടുള്ള കരുക്കൾ താൻ നീക്കിയിരിക്കുന്നു എന്നുള്ള അഭിമാനത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ വാർത്തകളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ മൂക്കിന് താഴെ ഈ കേരളത്തിൽ തലസ്ഥാന നഗരിയിൽ തിരുവനന്തപുരത്ത് നാം ഈ അടുത്ത ദിവസങ്ങൾ കണ്ടത് യദു എന്ന് പറയുന്ന KSRTC താൽക്കാലിക ദൈനംദിന വേതന ജീവനക്കാരനായിട്ടുള്ള യദുവിന് നേരെ അധികാരത്തിൻ്റെ ധാർഷ്ട്യം ഉപയോഗിച്ചുകൊണ്ട് MLAയും തിരുവനന്തപുരത്തെ മേയറും ഒക്കെ ഉൾപ്പെടെ ചേർന്ന് നടത്തിയ ആ കടന്നുകയറ്റത്തെ, തൻ്റെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് നേരെയുള്ള കടന്നുകയറ്റവും ഇടതുവശത്തുകൂടി KSRTC ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് സീബ്ര ലൈനിൽ തടഞ്ഞു നിർത്തി അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ യാത്ര ചെയ്തിരുന്ന യാത്രക്കാരെ ഉൾപ്പെടെ പൊതുനിരത്തിൽ ഇറക്കി വിടുകയും ഒക്കെ ചെയ്ത ആ സംഭവത്തിൽ പോലും ഇത്രയധികം പൊതുജന താല്പര്യവും സമൂഹത്തിൻ്റെ സുരക്ഷയും ഒക്കെ തന്നെ കണക്കിലെടുക്കുന്ന ഈ മന്ത്രി ഗണേഷ് കുമാർ ഈ പാർട്ടിയെ പേടിച്ചിട്ട്, തൻ്റെ പാർട്ടി അണികളെയും പാർട്ടി നേതാക്കളെയും പേടിച്ചിട്ട് തൻ്റെ നാവനക്കുവാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ളത്, ആ ബസ്സിൽ നിന്ന് മെമ്മറി കാർഡ് നഷ്ടപ്പെട്ട വിഷയത്തിൽ പോലും മന്ത്രി ഗണേഷ് കുമാറിന് ഒരു അഭിപ്രായം ഉരിയാടാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് കേരളത്തിൻ്റെ പൊതുസമൂഹം നോക്കിക്കണ്ടത് വലിയ ആശ്ചര്യത്തോടെ ഒന്നുമായിരുന്നില്ല.